നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഒരു രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കാൻ കഴിയാതിരുന്ന പാർട്ടി BJP തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ BJPക്ക് അവിടെ പാളിപ്പോയി. ആചാര സംരക്ഷണ സംഘമൊക്കെ പന്തളത്ത് നടത്തിയെങ്കിലും ഈ സ്വർണ്ണപ്പാളി വിവാദം സർക്കാരിൻ്റെ കയ്യിൽ നിന്നു. സർക്കാരിൻ്റെ കൈവിട്ടു പോകുമെന്ന് കരുതിയ വിവാദമാണ് വളരെ ബുദ്ധിപൂർവ്വം സർക്കാർ കയ്യിൽ നിർത്തിയത്. കാരണം ഇതിലെ പ്രധാന ഉത്തരവാദിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായി കഴിഞ്ഞു. ഇനി ചില കീഴ്ശാന്തിമാർ അല്ലെങ്കിൽ പൂജാരികളുമായി ബന്ധപ്പെട്ടവർ, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ എന്നിവരിലേക്ക് അന്വേഷണം നീളുകയാണ്. സർക്കാരിനെ അക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാക്കാൻ ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. 2019 കാലത്ത് ഉണ്ടായിരുന്ന രണ്ട് CPMൻ്റെ തന്നെ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അംഗങ്ങളും ഒരു പരിധിവരെ ഇക്കാര്യത്തിൽ ഉത്തരവാദികളാണ്. എന്നാൽ ഉദ്യോഗസ്ഥരും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള അവതാരങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ കളിച്ചതെന്നും അത് ഒരു പരിധിവരെ ദേവസ്വം ബോർഡ് അറിയാതെ പോവുകയോ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുകയോ ആണ് ചെയ്തതെന്നുമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ നീങ്ങാനുള്ള യാതൊരു വകുപ്പും ഇപ്പോൾ നിലവിൽ ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദ വിഷയവുമായി ഇല്ല. ഇതോടുകൂടിയാണ് BJPയുടെ അളമുട്ടിയത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്കെതിരെ ഇതുവരെ BJP ഒന്നും പറഞ്ഞിട്ടില്ല. നിരവധി ഇത്തരം പൂജാരികളായി അഭിനയിക്കുന്നവർ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ഇവരെല്ലാവരും ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകൾ അവിടെ നടത്തുന്നുണ്ടെന്ന് ബോധ്യമായിട്ടും സർക്കാരിനെതിരെ തിരികെയല്ലാതെ ഇവർക്കെതിരെ ഒരു ചെറുവിരലടക്കാൻ BJP നേതൃത്വമോ അല്ലെങ്കിൽ ഒരു പ്രസ്താവന പോലും നടത്താൻ തയ്യാറായിട്ടില്ല. ഇതെല്ലാം മുഖ്യമന്ത്രിക്കും CPMനുമെതിരെ തിരിക്കാമെന്നാണ് BJP കരുതിയത്. പക്ഷേ ഹൈക്കോടതിയുടെ ഇടപെടൽ എല്ലാം തകിടം മറിക്കുകയായിരുന്നു. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദികളായവരെ മുഴുവൻ അറസ്റ്റിലാകും അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അന്വേഷണ സംഘത്തോട് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ അന്വേഷണ സംഘത്തിന് ഉത്തരവാദിത്തമുള്ളത് ഹൈക്കോടതിയോട് മാത്രമാണ്. അതുകൊണ്ട് കൃത്യമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മാത്രം നൽകുക, മറ്റാരും നിങ്ങളുടെ മുകളിൽ ഇല്ല എന്നുള്ള നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയിരുന്നു. ഇതും വലിയൊരു തിരിച്ചടിയായി മാറി BJPക്ക്. പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി യാതൊരു ഇടപെടലുമില്ലാതെ യാതൊരു സമ്മർദ്ദവുമില്ലാതെ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിമാരായിരിക്കും പെട്ടുപോവുക എന്ന് BJPക്കും മനസ്സിലായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ തിരിഞ്ഞിട്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ ലാഭമൊന്നുമില്ലല്ലോ. മാത്രമല്ല മറ്റു പല ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു പല ആളുകളും ഇക്കാര്യത്തിൽ പ്രതികളായി വരുമെന്നുള്ള സൂചനയുമുണ്ട്. കാരണം സ്വർണ്ണപ്പാളി കടത്തിയത്, ചെന്നൈയിലും ബാംഗ്ലൂരിൽ കൊണ്ടുപോയത്, അവിടെ നടത്തിയ പൂജകൾ, ഇതെല്ലാം അന്വേഷിച്ച് വരുമ്പോൾ BJPക്കും താല്പര്യമുള്ള പലരും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചനയുമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം തിരിക്കാനുള്ള BJPയുടെ ശ്രമം തുടക്കത്തിലെ തന്നെ പാളിപ്പോയി എന്നാണ് ആ പാർട്ടിയുടെ തന്നെ വിലയിരുത്തൽ. ഇപ്പോൾ തൽക്കാലത്തേക്ക് തിരുവനന്തപുരത്ത് നിയമസഭയ്ക്ക് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ ചില സമരനാടകങ്ങൾ BJP നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും യേശുന്ന മട്ടില്ല. കോൺഗ്രസിന് UDFൻ്റെ വിശ്വാസ സംരക്ഷണ യാത്ര പോലും CPMന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് പ്രത്യേകിച്ച് ഒരു മുതലെടുപ്പും ഈ വിഷയത്തിൽ നടത്താൻ കഴിയുന്നില്ല. അതായത് അക്കാര്യത്തിൽ പാർട്ടി അമ്പേ പരാജയപ്പെട്ടു എന്നാണ് BJPക്കുള്ളിലെ വിലയിരുത്തൽ.